വീട്ടിലെ മാങ്ങയെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴാണല്ലേ നമുക്ക് തോന്നുന്നു അയ്യോ ഒരു മാങ്ങാക്കറി കൂട്ടാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാങ്ങ കിട്ടുന്ന സമയങ്ങളിൽ ലാവിഷായിട്ട് കറിയും വെക്കാറുണ്ട്. ഈ തവണ തന്നെ 5-6 വട്ടം വീട്ടിൽ മാങ്ങാക്കറി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പലതവണ മാങ്ങാക്കറി വെക്കുമ്പോഴും പല രീതിയിലാണ് കേട്ടോ വെച്ച് നോക്കിയിട്ടുള്ളത്. കുറുകിയ രീതിയിലും കുറച്ച് ചാറുള്ള രീതിയിലും എങ്ങനെ വെച്ചാലും മാങ്ങാക്കറി എന്നും ഫേവററ്റ് ആണ് കേട്ടോ. മാങ്ങാക്കറി കൂടാതെ വഴുതനങ്ങ ഉപ്പേരിയും കൂടി വെക്കുന്നുണ്ട്. അമ്മയുടെ വഴുതനങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇവിടെ ആർക്കും വഴുതനങ്ങ ഉപ്പേരി തീരെ ഇഷ്ടമല്ല കേട്ടോ. വെക്കുവാണെങ്കിൽ തന്നെ ഞാനും അമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നും ദോശയാണ് കേട്ടോ. കൂടാതെ ഇന്നലത്തെ മീൻകറി ചൂടാക്കുന്നുണ്ട്. രാവിലെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വഴുതനങ്ങ ഉപ്പേരി സെറ്റായിട്ടുണ്ട്. എനിക്ക് അധികം വിഭവങ്ങളൊന്നുമില്ല കേട്ടോ ലഞ്ചിനേക്ക്. എനിക്കുള്ള ലഞ്ച് ബോക്സാണ് ഞാൻ നിറയ്ക്കുന്നത്. റേഷനരീൻ്റെ ചോറാണ്. വഴുതനങ്ങ ഉപ്പേരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ മാങ്ങാക്കറി. കാണുമ്പോൾ തന്നെ അടിപൊളിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും. മധുരം കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് കറിയും നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.